വയനാട് മീനങ്ങാടി, മൈലമ്പാടി, അപ്പാട് പ്രദേശങ്ങളിൽ വിറപ്പിച്ച കടുവ കൂട്ടിലായിട്ടുണ്ട്. പാമ്പുംകൊല്ലി കാവങ്ങൽ കുര്യന്റെ വീടിന് സമീപത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കുടുങ്ങിയ കടുവയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. കമൽ നമുക്ക് വിവരങ്ങൾ നൽകും. കമൽ, കുറെ നാളായിട്ട് ഇങ്ങനെ ആളുകളെയൊക്കെ ഭയപ്പെടുത്തിയ കടുവയാണ്. എപ്പോഴാണ് കടുവ ട്രാപ്പിലായത്? 9:15 കടുവ കൂട്ടിൽ കുടുങ്ങിയത്. ഇന്നലെ വൈകിട്ടാണ് കൂട് സ്ഥാപിച്ചത്. ഇന്നലെ മാത്രം 3 വളർത്തുമൃഗങ്ങളെ ഈ മേഖലയിൽ കടുവ കൊന്നിരുന്നു. 2 ആടുകളെയും 1 ആട്ടിൻകുട്ടിയെയും കടുവ കൊന്നു. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധത്തിനെ തുടർന്നാണ് ഇന്നലെ രാത്രി തന്നെ കൂട് സ്ഥാപിച്ചത്. ആ കൂട്ടിലാണ് 24 മണിക്കൂറിനുള്ളിൽ കടുവ കുടുങ്ങിയിരിക്കുന്നത്. കൃഷ്ണഗിരി, മൈലമ്പാടി വലിയ തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ്. അവിടെയാണ് കുറെ നാളുകളായി കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. എന്തായാലും നാട്ടുകാർക്ക് ആശ്വാസമായിരിക്കുന്നു. കടുവ കൂട്ടിലായിരിക്കുന്നു. കടുവയെ തൽക്കാലത്തേക്ക് സുൽത്താൻ ബത്തേരിക്കടുത്ത് കുപ്പാടിയിലുള്ള പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റും. പക്ഷെ അവിടെ ഇപ്പോൾ തന്നെ കൂടുതൽ കടുവകളുണ്ട്. അവിടെ ഇനിയും കടുവയെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ മൃഗശാലകളിലേക്കോ മറ്റെവിടേക്കെങ്കിലോ മാറ്റേണ്ടി വരും. ആ തീരുമാനമൊക്കെ നാളെയോടെ ഉണ്ടാവുകയുള്ളൂ.